കലോത്സവ സമാപനം നാളെ. സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ നാളെ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് അവധി നൽകിയത്. എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കുമാണ് അവധി. നേരത്തെ വേദികൾക്കും താമസ സൗകര്യമൊരുക്കിയ സ്കൂളുകൾക്കും വാഹനങ്ങൾ വിട്ടുകൊടുത്ത സ്കൂളുകൾക്കും 3 ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. മറ്റു സ്കൂളുകളിലെ കുട്ടികൾക്ക് കലോത്സവം കാണാൻ അവസരം വേണമെന്ന ആവശ്യമുയർന്ന പശ്ചാത്തലത്തിലാണ് അവധി നൽകുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കടുക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. സ്വർണ്ണക്കപ്പിനായി ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 3 ദിവസങ്ങളിലായി 249 മത്സരങ്ങളിൽ 179 എണ്ണം പൂർത്തിയായി. ഹൈസ്കൂൾ പൊതുവിഭാഗത്തിൽ 69, ഹയർ സെക്കൻഡറി പൊതുവിഭാഗത്തിൽ 79, ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ 16, ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിൽ 15 ഇനങ്ങൾ വീതമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് 70 മത്സരങ്ങൾ മാത്രമാണ്. 713 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂരാണ് മുന്നിൽ. 708 പോയിന്റുമായി കോഴിക്കോടും തൃശൂരും തൊട്ടു പിന്നാലെയുണ്ട്. 702 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 123 പോയിന്റുമായി 1ാം സ്ഥാനത്ത് മുന്നേറുകയാണ്. നേരത്തെ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ 93 പോയിന്റുമായി 2ാം സ്ഥാനത്തായി. ഇതിനിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണം മന്ത്രി വി ശിവൻകുട്ടി SMV സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. 16,000-ഓളം പേർക്കാണ് ട്രോഫികൾ നൽകുന്നത്. ഇതോടൊപ്പം പ്രശസ്തി പത്രവും നൽകും. ബുധനാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഓവറോൾ ട്രോഫിയും ജില്ലാതല വിജയികൾക്കുള്ള ട്രോഫികളും നൽകും. ചൂരൽമലയിലെ മത്സരാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക സമ്മാനവുമുണ്ട്.